എന്ത് തുടർ നടപടികൾ ഇനി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് ഇനിയെങ്കിലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കോഴിക്കോട് പല വിധത്തിലുള്ള തീ പിടുത്തങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമാനമായ രീതിയിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം തന്നെയായി കാണേണ്ടി വരും. അത് പരിഹരിക്കാൻ ഇനിയുണ്ടാകുന്ന ഇടപെടലുകൾ എന്താണെന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഈ തീ പൂർണ്ണ തോതിൽ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫയർ യൂണിറ്റുകളുടെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഫയർ ഫൈറ്റിങ്ങിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പരിശോധനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇത് കോർപ്പറേഷൻ കെട്ടിടമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൊതുമരാമത്തിൻ്റെ ഇലക്ട്രിക്കൽ സെഷൻ ഒക്കെ ഇതിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ പരിശോധനകൾ നടത്തി അതിൻ്റെ കാരണം എന്താണ്, അത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവം നടക്കാനിടയാക്കിയ സാഹചര്യം അത് ഏതെങ്കിലും തരത്തിൽ അമിതമായി സ്റ്റോക്കുകൾ സൂക്ഷിച്ചതുകൊണ്ടാണോ, അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൻ്റെ നാശനഷ്ടം എത്രയാണ് എന്നുള്ളതൊക്കെ തന്നെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ കെട്ടിടത്തിൻ്റെ ഒന്നാമത്തെ നിലയും രണ്ടാമത്തെ നിലയും ഒക്കെ പൂർണ്ണമായും കത്തി അമർന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ താഴേക്കുള്ള ആ ഭാഗങ്ങൾക്ക് അവിടെയുള്ള കടകൾക്ക് ഒക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാൻ കഴിയുമോ, ഫയർ NOC നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം ഒരു ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഷോറൂമും അതിൻ്റെ ഗോഡൗൺ മേഖലയും മാത്രം കത്തി എന്ന അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. അതിൻ്റെ താഴ്ഭാഗത്ത് നിരവധിയായി ഉപജീവന മാർഗത്തിനായി കച്ചവടം നടത്തുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ഉപജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നവും കൂടി ഉയർന്നു വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അത്ര കണ്ട് തീവ്രതയിലാണ് തീഗോളങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് താണ്ഡവമാടിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ബലം, കെട്ടിടത്തിൻ്റെ ബലം ഉൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി താഴ്ഭാഗത്തുള്ളവർക്ക് പോലും വ്യാപാരത്തിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യം പോലും സംജാതമാവുക. ആ കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരും ദിവസങ്ങളിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വ്യാപാര മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നടന്നിരിക്കുന്ന ഒരു തീപിടുത്തം, അതുണ്ടാക്കിയിരിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അത്രയധികം ആളുകളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഈ കെട്ടിടം വീണ്ടും റീസ്ട്രക്ചർ ചെയ്ത് അല്ലെങ്കിൽ അത് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് കെട്ടിട വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരുടെ പരിശോധന കൂടി പൂർത്തിയായാൽ മാത്രമേ ആ കാര്യത്തിലൊരു വ്യക്തത നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നിരവധിയായ പരിശോധനകളിലേക്ക് സ്വാഭാവികമായും കടക്കേണ്ടി വരും. ആ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഒരു വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഇപ്പോൾ ആശ്വാസകരമായ കാര്യം, അല്പമെങ്കിലും പൂർണ്ണ തോതിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് മാത്രമാണ്. തീ ആളിക്കത്തുന്നത് 1-2 ജാലകങ്ങളിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. ദീപക് മലയമ്മ, ബാക്കിയുള്ളിടങ്ങളിലേക്ക് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കരുതാമല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലയിടങ്ങളിൽ ഇപ്പോഴും ഈ തീ അണച്ചതിന് ശേഷവും അത് വീണ്ടും പുകഞ്ഞ് ചെറിയ നാളങ്ങൾ മുകളിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വലിയ തീഗോളങ്ങൾ ആകാശത്തേക്ക് വരുന്ന സാഹചര്യമില്ല. അതിനപ്പുറത്ത് ഈ പുകച്ചുരുളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതും മുൻപ് നമ്മൾ കണ്ടിരുന്നത് പോലെ കറുത്ത കാഠിന്യമേറിയ പുകച്ചുരുളുകളല്ല. അതിനപ്പുറത്ത് ചെറിയ രീതിയിലുള്ള പുക വരുന്നുണ്ട്. അതേസമയം തന്നെ ഒരു വശത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആ തീ വെള്ളം എത്തി അണയുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഫോം ഉപയോഗിച്ച് ആ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പുകച്ചുരുളുകൾ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇത് വസ്ത്ര വ്യാപാര സ്ഥാപനം എന്നുള്ള നിലയിൽ വസ്ത്രങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഈ പോളിസ്റ്റർ ഉൾപ്പെടെയുള്ള തുണിത്തരങ്ങളുണ്ട്. ആ തുണിത്തരങ്ങൾ അതിനകത്ത് നിരവധിയായ രീതിയിൽ അട്ടിയിട്ട് സൂക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വരുന്ന സീസണുകൾ കണക്കാക്കി തന്നെ സ്റ്റോക്കുകളും സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്കുകൾ കത്തി അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരെ തീ എത്തിയിട്ടുണ്ട്. അത് പൂർണ്ണ തോതിൽ അണഞ്ഞു എന്ന് ഉറപ്പിക്കാതെ ഒരു പ്ലാസ്റ്റിക് സ്വഭാവത്തിൽ അത് വീണ്ടും ഇങ്ങനെ കത്തി വരാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത് അണയ്ക്കാതെ ഫയർ യൂണിറ്റുകൾക്ക് ഇവിടെ നിന്നും പിന്മാറാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇതൊരു എൽ ഷേപ്പിൽ വരുന്ന കെട്ടിടവും കൂടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു തീ കത്തുന്ന ഭാഗമെന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്ന മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് എക്സിറ്റ് പോയിൻ്റ് ഉള്ള ഭാഗത്ത് നിന്ന് ഏതാണ്ട് എൽ ഷേപ്പിലാണ് ഈ കെട്ടിടം പോകുന്നത്. അതിന് ഇടയ്ക്ക് ഒരു വൃത്താകൃതിയിലുള്ള പ്രദേശവും വരുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ ആകൃതി അങ്ങനെയാണ് വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഷോറൂം മേഖലയുള്ളത്. അതും കടന്ന് പിന്നീട് വലതുവശത്തേക്ക് വീണ്ടും സമാനമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ തീ പിടിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിന് സമാനമായ രീതിയിലുള്ള കെട്ടിടമാണ് പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തീ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഫയർ യൂണിറ്റുകൾ നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് തൊട്ടടുത്തേക്ക്, അതായത് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകിയത്. ആ സമയത്ത് അത് മാത്രമേ സാധ്യമാവുമായിരുന്നുള്ളൂ. കാരണം അത്ര